മക്കളെ വീണ്ടും 2 മിനിറ്റ് കൊണ്ട് 4 മാർക്ക് അടിച്ചെടുക്കാൻ പോവാണ് SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ 4 മാർക്ക് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോ. ഒന്നാമത്തത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. CHO എന്ന് പറഞ്ഞാൽ ആൽക്കനാൽ ആണ്. CHO എന്ന് പറഞ്ഞാൽ ആൽക്കനാൽ. അപ്പൊ CO ഗ്രൂപ്പ് എന്താ? ആൽക്കനോണുകൾ എന്നറിയപ്പെടുക. ആൽക്കനാളുകളും ആൽക്കനോളുകളും ഐസോമേഴ്സ് ആണ്. അപ്പൊ CHO ആൽക്കനാൽ ആണ്. CO ഗ്രൂപ്പ് എന്താണെന്ന് കൊടുക്കണം. CO ഗ്രൂപ്പോടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കനോൺ. കീറ്റോണുകളാണ് ആൽക്കനോണുകൾ. രണ്ടാമത്തത് 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കും. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കും. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 പി ബ്ലോക്ക് എലമെന്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദ ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ. തെറ്റാണ്. പി ബ്ലോക്ക് എലമെന്റ്സുകൾ താഴെ ഒന്നല്ല ഉള്ളത്. റെഡി അല്ലേ? യെസ്. അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ഓൺ മൂവിംഗ് ഡൗൺ ദ ഗ്രൂപ്പ്. അതായത് പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും അയോണൈസേഷൻ എൻതാൽപ്പി കൂടുമെന്നാ പറയുന്നത്. അയോണൈസേഷൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുക. അതും തെറ്റാണ്. യെസ്. അപ്പൊ എന്തൊക്കെയാ? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ നോട്ട് കറക്റ്റ്. അപ്പൊ ഇതാണ് ആൻസർ അല്ലേ? യെസ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. 6.022 into 10⁻23 അമോണിയ എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 അമോണിയ എന്ന് പറഞ്ഞാൽ 17 ഗ്രാം ആണ്. 1 മോൾ ആണ്. 22.4 ലിറ്റർ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 മോൾ ഹൈഡ്രജൻ ആണ്. 1 മോൾ ഹൈഡ്രജൻ. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് മോളാർ മാസ് 44 ആണ്. 1 മോളിനെ 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 44 ഗ്രാം ആണ്. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 44 ഗ്രാം ആണ്. അപ്പൊ എ വരുന്നത് 3 ആണ്. എ വരുന്നത് 3 ആണ്. ഓക്കെ. ബി വരുന്നത് 1 ആണ്. യെസ്. സി വരുന്നത് 2 ആണ്. സോ ഓപ്ഷൻ സി ആണ്. യെസ്. ഇനി അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. യെസ് പറയാണ്. Concentrated sulfuric acid react with the metal and gets reduced. Concentrated sulfuric acid മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ അത് റെഡ്യൂസ് ചെയ്യപ്പെടുമെന്ന്, അതായത് മെറ്റൽ ഓക്സിഡൈസ് ചെയ്യപ്പെടുമെന്ന്. അതായത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും മെറ്റലും റിയാക്ട് ചെയ്തതിനാൽ മെറ്റൽ ഓക്സിഡേഷനും സൾഫ്യൂരിക് ആസിഡ് റിഡക്ഷനും സംഭവിക്കും. ശരിയാണ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് is a good oxidizing agent. Both assertion and reason are correct. And reason is the correct explanation of assertion. അത് രണ്ടും കറക്റ്റ് ആണ്. അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്.